നമുക്കിന്ന് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വെച്ചാൽ ഒരു എംബാക്ക്മെൻ്റ് ആണ്. അതിനൊരു ബോട്ടം സൈഡിലൊരു 50 മീറ്റർ നീളമുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 20 മീറ്റർ നീളമുണ്ട്. ആ ടോപ്പിലായിട്ട് ഒരു 200 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊരു പ്രഷർ ലോഡാണ്. നമുക്ക് ഈ യൂണിറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കോൺക്രീറ്റ് പൈപ്പുണ്ട്. ആ കോൺക്രീറ്റ് പൈപ്പിൻ്റെ തിക്നെസ്സും ഒക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ടർ ഡയമീറ്ററും തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഒരു ലോങ് പൈപ്പാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലായിക്കൊണ്ട് നമുക്ക് ഇത് പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആണോ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം മനസ്സിലാക്കേണ്ടത് എപ്പോഴാണോ എക്സിനെയും വൈ കോർഡിനേറ്റ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇസഡ് കുറവായി നിൽക്കുന്നത് അത് പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലവും, എപ്പോഴാണോ എക്സ് വൈ കോർഡിനേറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇസഡിലെ ഡൈമെൻഷൻസ് വലുതായി നിൽക്കുന്നത് അത് പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ഇതിൻ്റെ എക്സിലെ ലെങ്ത് എന്ന് പറയുന്നത് 50 എന്നും, അതുപോലെ തന്നെ വൈ കോർഡിനേറ്റ്സിലെ ലെങ്ത് എന്ന് പറയുന്നത് 9 എന്നും, അതുപോലെ തന്നെ ഇസഡിലെ ലെങ്ത് എന്ന് പറയുന്നത് വെരി ലോങ് പൈപ്പ് എന്ന് പറയുന്നതോടുകൂടി അത് ഒരുപാട് വലുതാണെന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഇതൊരു പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് ഓപ്പൺ ചെയ്യാം. ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആൻസേഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക് സ്ട്രക്ചറിലാണ്. സോ സ്റ്റാറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സോൾവറിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് പ്രോജക്റ്റ് സ്കീമാറ്റിക്കിലോട്ട് പ്ലേസ് ചെയ്യുന്നു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് നമുക്ക് കൊടുക്കണം. അതായത് നമുക്കിപ്പോൾ ഇവിടെ രണ്ട് മെറ്റീരിയൽ പ്രോപ്പർട്ടീസാണ് ഉപയോഗിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ എംബാക്ക്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയൽ പ്രോപ്പർട്ടീസും, അതുപോലെ തന്നെ അതിനകത്ത് ഉള്ള എന്താണ് നമ്മുടെ കോൺക്രീറ്റ് പൈപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടീസുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമുക്കിവിടെ രണ്ട് മെറ്റീരിയൽ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എഞ്ചിനീയറിംഗ് ഡാറ്റയ്ക്കകത്ത് വന്നിട്ട് എഡിറ്റ് കൊടുക്കുന്നു. ആദ്യം ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടിക്ക് പേര് നൽകുന്നു. അതിനെ നമുക്ക് എംബാക്ക്മെൻ്റ് എന്ന് കൊടുക്കാം. എംബാക്ക്മെൻ്റ് എന്ന് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ദെൻ അതെന്ന് പറയുന്നത് ഐസോട്രോപിക് ഇലാസ്റ്റിസിറ്റിയാണ് കൊടുക്കേണ്ടത്. ലീനിയർ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ് ആ മെറ്റീരിയൽ കാണിക്കുന്നതെന്ന് എടുക്കുക. ദെൻ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, മെഗാ പാസ്കലിലാണ്. സോ മെഗാ പാസ്കൽ എന്ന് കൊടുക്കുന്നു. എത്രയാണ് വാല്യൂ, 100 എന്ന് കൊടുക്കുന്നു. ദെൻ പോയിസൺസ് റേഷ്യോ എംബാക്ക്മെൻറ്റ് തന്നിട്ടുണ്ട്, 0.3 എന്ന് തന്നിട്ടുണ്ട്. സോ അതും കൊടുക്കുന്നു. സോ ആദ്യത്തെ മെറ്റീരിയൽ പ്രോപ്പർട്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് കോൺക്രീറ്റിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി എടുക്കണം. സോ അടുത്ത മെറ്റീരിയൽ എടുക്കുന്നു, അവിടെ നമ്മൾ കോൺക്രീറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ എടുക്കുന്നു. ദെൻ അതും ലീനിയർ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. സോ അതിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ കോൺക്രീറ്റിലോട്ട് പ്ലേസ് ചെയ്യുന്നു. ദെൻ കോൺക്രീറ്റിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എത്രയാണെന്ന് നോക്കുക. യങ്സ് മോഡുലസ് 30 × 10⁻⁵ മെഗാ പാസ്കൽ എന്നാണ്. സോ മെഗാ പാസ്കൽ എന്ന യൂണിറ്റ് ആദ്യമേ തന്നെ മാറ്റുന്നു. ദെൻ ആ യൂണിറ്റ് നമ്മളിവിടെ കൊടുക്കുന്നു, 30 e⁵. ദെൻ നെക്സ്റ്റ് പോയിസൺസ് റേഷ്യോ കൊടുക്കുന്നു. അത് എത്രയാണ്, 0.25. ദെൻ അതുപോലെ തന്നെ ഡെൻസിറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡെൻസിറ്റി നമ്മൾ കൊടുക്കണം. സോ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡെൻസിറ്റി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കോൺക്രീറ്റ് എന്ന ഓപ്ഷൻ എടുക്കാം. അതിനുശേഷം അതിൽ ഡെൻസിറ്റി, ഫിസിക്കൽ പ്രോപ്പർട്ടിക്കകത്ത് ഡെൻസിറ്റിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഡെൻസിറ്റിയുടെ വാല്യൂ നമുക്ക് കോൺക്രീറ്റിന് 2400 ആണ്. സോ 2400. ഇതുപോലെ തന്നെ എംബാക്ക്മെൻറ്റിനും കൊടുക്കണം. അത് നേരത്തെ വിട്ടുപോയതാണ്. സോ അതൊന്നുകൂടെ കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. സോ ഞാൻ എംബാക്ക്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് ഡെൻസിറ്റി, ഫിസിക്കൽ പ്രോപ്പർട്ടിക്കകത്തുള്ള ഡെൻസിറ്റിയും ഡ്രാഗ് ചെയ്ത് എംബാക്ക്മെൻറ്റിനകത്തോട്ട് പ്ലേസ് ചെയ്യുന്നു. സോ ഇവിടെ ഡെൻസിറ്റിയും വന്നു. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1500. യൂണിറ്റ് kg/m³. സോ രണ്ട് വാല്യൂയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റിനകത്തോട്ട് പോകാം. ദെൻ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ജോമെട്രി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, സ്പേസ് ക്ലെയിമും ഡിസൈൻ മോഡലർ. ഞാൻ സ്പേസ് ക്ലെയിമിലാണ് ഇവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ സ്പേസ് ക്ലെയിം ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ഈ ഒരു ഡ്രോയിങ് ഒരുപാട് രീതിക്ക് വരയ്ക്കാം. ഓക്കെ, ഓരോരുത്തരുടെയും എന്താണ് ഫെമിലിയറായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന മെത്തേഡ് ഏതാണോ അതിൽ വരയ്ക്കാവുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മെത്തേഡിലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഇതാണ് നമ്മുടെ സ്പേസ് പ്ലെയിനിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഞാൻ ഇസഡ് ആക്സിസിനെ സെലക്ട് ചെയ്യുന്നു. സോ ഇപ്പോൾ ഇത് എക്സ് വൈ പ്ലെയിനിലാണ് സെലക്ട് ആയിരിക്കുന്നത്. സോ ഇസഡ് ആക്സിസ് നമുക്ക് നേരെയുള്ള സെലക്ട് ചെയ്യുന്ന സമയത്ത് എക്സ് വൈ പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ അടുത്തത് നമ്മളവിടെ ന്യൂ സ്കെച്ച് എടുക്കുന്നു. ദെൻ ഫസ്റ്റ് ഒരു കോർഡിനേറ്റ്സ് ഞാൻ കാണിച്ചു കൊടുക്കുന്നു. ദെൻ ലൈൻ എടുക്കുന്നു. ആദ്യത്തത് 50 മീറ്റർ. നമുക്കിവിടെ എമ്മിലാണുള്ളത്. സോ ആദ്യമേ തന്നെ ഞാൻ ആ യൂണിറ്റിനെ അങ്ങ് മാറ്റുന്നു. അങ്ങനെ ചേഞ്ച് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമല്ല. നമുക്ക് എമ്മിൽ വരയ്ക്കണമെങ്കിൽ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ വരയ്ക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമുക്ക് യൂണിറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ മീറ്റർ ആക്കുന്നു. ദെൻ ഒന്നുകൂടി വരയ്ക്കുന്നു. ഫസ്റ്റ് 50 മീറ്റർ എന്ന് കൊടുക്കുന്നു. ദെൻ അടുത്തത് നമ്മൾ പ്രത്യേകിച്ച് ഡൈമെൻഷൻ ഒന്നുമില്ല, ഏകദേശം കാണാൻ അതുപോലെ ആവുന്ന രീതിക്ക് ചുമ്മാ അങ്ങ് വരയ്ക്കുന്നു. ഓക്കെ. ദെൻ നമുക്ക് ഒരു സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യാം. ഒരു സെൻറ്റർ ലൈൻ എടുക്കുന്നു. ഈ ആദ്യത്തെ 50 ആണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. സോ അതിന് വെച്ചിട്ട് ഒരു സെൻറ്റർ ലൈൻ വെച്ച് ഞാനങ്ങ് വരയ്ക്കുന്നു. ദെൻ അടുത്ത നമുക്കൊരു കൺസ്ട്രെയിൻ ഇതിന് യൂസ് ചെയ്യാം. അതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, മിഡ് പോയിൻ്റ് കൺസ്ട്രെയിൻ എടുക്കാം. അത് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ആദ്യത്തെ ലൈൻ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഈ പോയിൻറ്റുമായിട്ട് മീറ്റ് ആവണമെന്ന് കൊടുക്കുന്നു. സോ മിഡ് പോയിൻ്റ് കൺസ്ട്രെയിനും കൊടുത്തു. ഇപ്പോൾ ഇത് രണ്ടും സെൻറ്ററിലായിട്ട് അലൈനായി. ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിന് സെൻറ്ററിലായിട്ട് അലൈനായി. അതായത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ലൈൻ കിട്ടണം, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദെൻ നമുക്ക് ടോപ്പിലത്തെ ലെങ്ത് എത്രയാണെന്ന് കൊടുക്കണം. അത് ഞാൻ ഡൈമെൻഷൻസ് എടുത്തിട്ട് എത്രയാണെന്ന് കൊടുക്കുന്നു. അവിടെ 20 മീറ്റർ ആണെന്ന് കൊടുക്കുന്നു. സോ 20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഈ ഒരു ലെങ്ത്, അതായത് ടോപ്പും ബോട്ടവും തമ്മിലുള്ളത് 9 മീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ ആ ലെങ്ത് നമുക്ക് കൊടുക്കണം. സോ ടോപ്പും അതുപോലെ തന്നെ ബോട്ടവും സെലക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ലെങ്ത് കൊടുക്കുന്നു. ആ ലെങ്ത് എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 9 മീറ്റർ എന്ന് കൊടുക്കാം. നമ്മുടെ ഡ്രോയിങ് ഇവിടെ വരെ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഒരു പൈപ്പുണ്ട്. ആ പൈപ്പിൻ്റെ ഔട്ടർ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണെന്ന് നോക്കാം. 3 മീറ്റർ എന്നാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ. ഔട്ടർ ഡയമീറ്റർ 3 മീറ്റർ തന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ 3 മീറ്ററുള്ളൊരു പൈപ്പാണ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡൈമെൻഷനോ നോക്കാതെ ഒരു 3 മീറ്ററുള്ള പൈപ്പ് ആദ്യം വരയ്ക്കുന്നു. സോ ഞാൻ 3 മീറ്റർ എന്ന് കൊടുക്കുന്നു ഡയമീറ്റർ. ദെൻ 3 മീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബോട്ടത്തു നിന്ന് 3 മീറ്റർ മുകളിലോട്ടാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. സോ ഞാൻ ഡൈമെൻഷൻസ് എടുക്കുന്നു. എന്നിട്ട് ബോട്ടത്തിലെ ലൈൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ സെൻറ്റർ ലൈനും ക്ലിക്ക് ചെയ്യുന്നു. അത് 3 മീറ്റർ എന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അടുത്തത് ഇതിന് ഒരു തിക്നെസ് പറയുന്നുണ്ട്. തിക്നെസ് അകത്തോട്ടാണ്. അപ്പം എത്രയാണ്, 3 മീറ്റർ എക്സ്റ്റേണലാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. സോ അകത്തോട്ടൊരു 0.3 mm തിക്നെസ് പറയുന്നുണ്ട്. അപ്പോൾ അത് വരയ്ക്കണം ഈ പൈപ്പിന്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിലുണ്ട്, അതെടുക്കാം. എന്നിട്ട് ആ ലൈനിൽ ആ ഒരു സർക്കിളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അകത്തോട്ട് ഓഫ്സെറ്റ് എടുക്കാം. അത് എത്രയാണ് എടുക്കേണ്ടത്, 0.3. ഓക്കെ. അപ്പോൾ നമ്മൾ അതും വരച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതിന് 0.3 ഉള്ളൊരു തിക്നെസ്സും ആയിട്ടുണ്ട്. ദെൻ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വലുതാക്കി നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി ആക്കാം. ദെൻ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കെച്ച് ഫിനിഷ് ചെയ്യാം. ഓക്കെ. ഇനി ഇതിപ്പം ഒരു ഔട്ടർ വരച്ചു, അതുപോലെ തന്നെ അകത്ത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ പോർഷൻ വരച്ചു. ഇപ്പോൾ അകത്ത് വേറൊരു പോർഷൻ കൂടെ. ഈ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ലല്ലോ. സോ അത് നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ്. സോ 2 പോർഷനുമായി. പക്ഷേ ഇപ്പോഴും ഇത് ഒരൊറ്റ മോഡലായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അതിന് നമുക്ക് രണ്ടായിട്ട് തന്നെ കാണണം അല്ലേ. ഇതിപ്പോൾ ഒരു മോഡലാണ്, ഇതും ഒരു മോഡലാണ്. ഇത് രണ്ട് തനി മെറ്റീരിയലായിട്ട് ഇരുന്നാലേ നമുക്ക് തനി മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം പുറത്തുള്ളത് എംബാക്ക്മെൻറ്റും അകത്തുള്ളത് നമ്മുടെ കോൺക്രീറ്റും ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തനി മെറ്റീരിയലായിട്ട് കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സർഫസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അതിനുശേഷം ഡിറ്റാച്ച് ആളെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. സോ ഇതെല്ലാം പരസ്പരം ഡിറ്റാച്ചായി 2 സർഫസായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മളെ ഡിസൈനിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ദെൻ നമുക്ക് ഡിസൈനകത്ത് വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ ഷെയർ ടോപ്പോളജി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് ഷെയർ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ദെൻ ഇനി നമുക്ക് നമ്മുടെ ആൻസസ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടോപ്പോളജി
ഈ ഇതിനകത്തോട്ട് വരും അല്ലേ, ഈ അത്രയേ ഉള്ളൂ സംഭവം. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മോഡലിനകത്ത് വരാം. അതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ജിയോമെട്രിക്കകത്ത് വരാം. ജിയോമെട്രിക്കകത്ത് വന്നിട്ട് പ്രോപ്പർട്ടീസ് എടുക്കാം. നമ്മൾ ചെയ്യുന്നത് 2D അനാലിസിസ് ആണല്ലോ, സോ 2D നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്തത് മോഡലിനകത്ത് വരാം, റൈറ്റ് ക്ലിക്ക് ചെയ്യാം, എഡിറ്റ് കൊടുക്കാം. നമ്മൾ വരച്ച 2D ഡ്രോയിങ് ഇപ്പം ഈ ഒരു ഇൻ്റർഫേസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഈ ജിയോമെട്രിയിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ട് ഇത് എന്ത് ടൈപ്പ് പ്രോബ്ലം ആണെന്ന് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആണെന്ന് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലായതാണല്ലോ, കാരണം ഇസഡിലോട്ട് ഇൻഫിനിറ്റ് ആയിട്ട് ലെങ്ത് കിടക്കുന്നു അല്ലേ. അപ്പോൾ ഇത് പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആണ്. സോ നമ്മൾ പ്ലെയിൻ സ്ട്രെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ദെൻ അടുത്തത് പറയുന്നത് നേരെ പോണത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസിനകത്ത് വരും. അതിനകത്ത് നമുക്ക് 2 മെറ്റീരിയൽസ് കാണാൻ പറ്റും. ഒന്ന് സർഫസ് എംബാക്ക്മെൻറ്റിൻ്റെതും അടുത്തത് കോൺക്രീറ്റിൻ്റെതും അല്ലേ. ആദ്യം എംബാക്ക്മെൻറ്റ് സെലക്ട് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യും, ഈ സ്ട്രക്ചറൽ സ്റ്റീൽ എന്ന ഡിഫോൾട്ട് അസൈൻമെൻറ്റ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എംബാക്ക്മെൻ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കും. കാരണം നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇത് എംബാക്ക്മെൻ്റ് ആണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട്. ദെൻ രണ്ടാമത്തെ സർഫസ് സെലക്ട് ചെയ്യും. അത് സെയിം ഡിഫോൾട്ടായിട്ടുള്ള സ്ട്രക്ചറൽ സ്റ്റീലിനെ മാറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് ആണെന്ന് അതിന് പറഞ്ഞു കൊടുക്കും. ദെൻ ഇത് രണ്ടും കഴിഞ്ഞാൽ നമുക്ക് നേരെ മെഷ് ചെയ്യാവുന്നതാണ്. സോ ജനറേറ്റ് മെഷ് കൊടുക്കാം. സോ ഇത് മെഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെഷിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിൽ പറയുന്നുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് മെഷ് 8 നോഡ് കോഡിലാറ്ററൽ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലോബൽ സൈസ് 0.5 ആയിരിക്കണമെന്നും പറയുന്നുണ്ട്. സോ നമുക്ക് 8 നോഡ് കോഡിലാറ്ററൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷ് എടുക്കാം. അതിനകത്ത് എന്ത് ചെയ്യാം, പ്രോഗ്രാം കൺട്രോളർ മാറ്റിയിട്ട് അതിനകത്ത് കോഡിലാറ്ററിക് എന്നാണ് ഓപ്ഷൻ എടുക്കുക. ദെൻ ഡിഫോൾട്ട് സൈസ് 0.5 ആയിരിക്കണമെന്ന് അവർ പറയുന്നത് കൊണ്ട് സോ നമ്മൾ 0.5 കൊടുക്കുന്നു. ദെൻ ഒന്നുകൂടി മെഷ് ജനറേറ്റ് ചെയ്യുന്നു. സോ ക്വാഡ്രാറ്റിക് ആണ് മെഷാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റിക്കകത്ത് വരാം. മെഷിനകത്ത് തന്നെ ക്വാളിറ്റിക്കകത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മെഷ് മെട്രിക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. മെഷ് മെട്രിക് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് എലമെൻറ്റ് ക്വാളിറ്റി എടുക്കാം. എലമെൻറ്റ് ക്വാളിറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് കോഡ് മെഷാണ് എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് ട്രയാങ്കിൾ മെഷ് വരും, കാരണം ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ്. ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. എന്തെങ്കിലും ഇത് കോഡ് മെഷാണെന്ന് നമുക്ക് പറയാം, കാരണം ഭൂരിഭാഗം മെഷും അത് തന്നെയാണ്. ഇപ്പം ട്രയാങ്കിൾ മെഷ് നമുക്ക് ആക്യുറസി കുറയുമെന്നുള്ളത് ഓക്കെയാണ്, കാരണം അതിനെ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഈ കൂടുതൽ മെഷ് സൈസിങ് വരികയും അത് മെഷിനെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്ത് അതിൻ്റെ സൈസൊക്കെ കുറച്ചെടുക്കണം. സോ ക്വസ്റ്റ്യനിൽ നമുക്കത് പറയുന്നില്ല. ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ പറയുന്നത് 0.5 ആക്കണം എന്ന് മാത്രമേ പറയുന്നു. സോ നമുക്ക് ഇതിൻ്റെ ആവശ്യമേ ഇവിടെ ഉള്ളൂ. സോ അടുത്തത് എന്ത് ചെയ്യണം, ലോഡ് കൊടുക്കണം. നമ്മളെ ലോഡെന്ന് പറയുന്നത് എത്രയാണെന്ന് ക്വസ്റ്റ്യന് നോക്കാം. ടോപ്പിൽ എത്രയാണ്, 200 kN/m² വേണമെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ സ്റ്റാറ്റിക് സ്ട്രക്ചറിൽ എടുക്കുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് പ്രഷർ ലോഡ് എടുക്കുന്നു. ഒരു ലൈനിലാണല്ലോ അപ്ലൈ ചെയ്യുന്നത്, സോ ലൈൻ സെലക്ട് ചെയ്ത് നമ്മൾ ലൈൻ കൊടുക്കുന്നു. ദെൻ അവിടുത്തെ പ്രഷർ എത്രയാണെന്ന് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിൽ 200 MB എന്നാണ് 200 kN/m² എന്നാണ് തന്നിട്ടുള്ളത്. സോ 200 kN/m² എന്ന് പറയുമ്പോഴത്തേക്കും 200 e⁻³ Nm/m² അല്ലെങ്കിൽ 200 e⁻³ പാസ്കൽ എന്ന് വരും അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രഷർ ലോഡ് അപ്ലൈ. ഇനി താഴെ അടുത്തൊരു ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ബൗണ്ടറി കണ്ടീഷൻ എടുക്കുന്നു, സ്റ്റാറ്റിക് സ്ട്രക്ചറിൽ എടുക്കുന്നു, ഇൻസർട്ട് എടുക്കുന്നു, അതിനകത്ത് നമ്മൾ ഫിക്സ്ഡ് സപ്പോർട്ട് എടുക്കുന്നു. സോ അവിടെ എടുക്കും, അപ്ലൈ ചെയ്യുന്നു. ദെൻ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് എല്ലാം കഴിഞ്ഞു. ദെൻ എന്ത് ചെയ്യാം, നമുക്ക് അടുത്തത് സോൾവ് ചെയ്യാം.
സോ നമ്മുടെ സൊല്യൂഷൻ സോൾവ് ആയി കഴിഞ്ഞു. അവർ പറഞ്ഞ പോലെ പ്രഷർ കൊടുത്തു, അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഫിക്സഡ് സപ്പോർട്ടാണെന്ന് വെച്ചാൽ അത് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്കെന്താണ്, ഇതിൽ റിസൾട്ടിൽ എന്താ കണ്ടുപിടിക്കണമെന്നാണ്. ആദ്യം പറയുന്നത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിൻ്റ് എയിലുള്ള വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതെടുക്കാം. അതിനുവേണ്ടി ഡീഫോർമേഷനകത്ത് വരാം, ഡയറക്ഷണൽ ഡീഫോർമേഷൻ എടുക്കാം. അതിനകത്ത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വൈ ഡയറക്ഷനുള്ള. സോ നമ്മൾ ഓറിയൻറ്റേഷൻ വൈ എന്ന ആക്സിസ് കൊടുക്കുന്നു, ദെൻ ജനറേറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവാലുവേറ്റ് കൊടുക്കുന്നു. ദെൻ അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് നോക്കാം. അടുത്തത് കണ്ടുപിടിക്കേണ്ടത് അബ്സല്യൂട്ട് സെറ്റിൽമെൻറ്റ്. അതായത് ഇതിൽ ലോഡ് അപ്ലൈ ആയപ്പോൾ എത്രത്തോളം സെറ്റിൽമെൻറ്റ് ആയെന്നാണ്. അത് വേറെ ഒന്നുമില്ല, സൊല്യൂഷൻ എടുക്കുന്നു, ഡീഫോർമേഷൻ എടുക്കുന്നു, ടോട്ടൽ ഡീഫോർമേഷൻ എടുക്കുന്നു. അടുത്തത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് എ. അപ്പം നമുക്ക് ആദ്യം വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പം എന്ത് ചെയ്യണം, നമുക്ക് സൊല്യൂഷൻ എടുക്കുന്നു, ഇൻസർട്ട് എടുക്കുന്നു, സ്ട്രെസ് എടുക്കുന്നു, അതിനകത്ത് നോർമൽ എടുക്കുന്നു. ദെൻ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ വൈ അല്ലേ, അതിനകത്ത് എക്സ് ആക്സിസ് മാറ്റിയിട്ട് ഓറിയൻറ്റേഷൻ വൈ കൊടുക്കുന്നു, ദെൻ ജനറേറ്റ് കൊടുക്കുന്നു. അപ്പം ഇതിൽ അവർ ആദ്യം കണ്ടുപിടിക്കുന്ന ഡയറക്ഷണൽ ഡീഫോർമേഷൻ അറ്റ് എ എന്നാണ് പറയുന്നത്. എ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ദാണ്ട് ഈ ഒരു പോയിൻ്റാണ് അല്ലേ. ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഈ ഒരു പോയിന്റ് അല്ലേ, ഈ ഒരു പോയിന്റിൽ സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അതിന് വേറെ ഒന്നുമില്ല, നമ്മൾ റിസൾട്ട് ജനറേറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ റിസൾട്ടിനകത്ത് വന്നിട്ട് നമ്മൾ പ്രോബ് എടുക്കണം. പ്രോബ് എടുത്തിട്ട് ഇതാ ഈ ഒരു നോഡ് നമ്മൾ കാണിച്ചു കൊടുക്കണം. കണ്ടോ, ഈ ഒരു നോഡിൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടി. എത്രയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടി, 3.52 e⁻³ യൂണിറ്റ് എന്ന് പറയുന്ന മീറ്ററിലെന്ന് കിട്ടി. നമുക്കിത് MM വേണമെങ്കിലും കാണാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഈ യൂണിറ്റ് അങ്ങ് മാറ്റി കൊടുത്താലും മതി. സോ MM കൊടുത്താലും മതി. സോ 3.5264 mm ആണ് ഇവിടുത്തെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളതെന്ന് നമുക്ക് കിട്ടി. അപ്പം നമ്മൾ ആദ്യത്തെ റിസൾട്ട് കിട്ടി, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി. ഇതാണ് ആ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ. ദെൻ മാക്സിമം അബ്സല്യൂട്ട് സെറ്റിൽമെൻറ്റ് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ടോട്ടൽ ഡീഫോർമേഷൻ എടുത്താൽ മതി. ആ ടോട്ടൽ ഡീഫോർമേഷൻ വെച്ചാൽ മാക്സിമം എത്രയാണെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാക്സ് എന്ന് പറഞ്ഞ വാല്യൂ ക്ലിക്ക് ചെയ്യാം. ആ വാല്യൂ ആണ് ഇവിടെ അല്ലെങ്കിൽ തന്നെ കാണിക്കുന്നത്. എത്രയാണ്, 12.963 യൂണിറ്റ് MM. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും നമുക്കിവിടെ കിട്ടി. ദെൻ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അത് ഈ പോയിന്റിൽ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അത് വൈ ഡയറക്ഷനിലുള്ള നോർമൽ സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, പ്രോബ് എടുക്കാം, നമുക്കത് ഈ പോയിന്റിൽ തന്നെ കാണിച്ചു കൊടുക്കാം. അത് എത്രയാണ്, 3.05 യൂണിറ്റ് എന്ന് പറയുന്നത് മെഗാ പാസ്കൽ. അപ്പോൾ 3.05 മെഗാ പാസ്കലാണ് ഇതിൽ കണ്ടുപിടിച്ചേക്കുന്ന നോർമൽ സ്ട്രെസ് അറ്റ് വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.